നമ്മളിപ്പോൾ സുരംഗയിലേക്കാണ് പോകുന്നത്. അപ്പോൾ ജയേഷ് നടൻ വഴികാട്ടിയായിരുന്നു, ഒരു മുമ്പിൽ പോയി. അപ്പം നമ്മൾ എല്ലാവരും നടന്നുകൊണ്ട് അങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പോൾ സുരംഗത്തിൻ്റെ കാഴ്ചകൾ നമുക്കിനി കാണാം. നമ്മൾക്ക് സുരംഗയിൽ വെച്ച് ജയേഷ് നടനൊക്കെ ചായ സൽക്കാരമുണ്ട്. അപ്പോൾ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി അതിലായിട്ട് വരുന്നതാണ് കാണുന്നത്. ഇഡ്ഡലിയുണ്ട്, ദോശയുണ്ട്, കടലുണ്ട്. ബാനം സുരംഗത്തിലേക്കാണ് പോകുന്നത്. വളരെ വ്യത്യസ്തമായ, നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പം അങ്ങനത്തെ ഒരു തുരങ്കാണ്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് പോവാം. നമ്മൾ സുരംഗത്തിലൂടെയാണ് പോകുന്നത്. ഇപ്പോൾ ജയേഷിനോട്ട് മുമ്പിൽ നടക്കുന്നുണ്ട്. തവളയിലുണ്ട്, തവള ഉണ്ട്, നല്ല തവള ഉണ്ട്, നല്ല തണുപ്പുണ്ട്. ലൈറ്റ് കാണുന്നുണ്ട്. ഇതാണ് സുരംഗ. അത്യാവശ്യം നല്ല ഉണങ്ങാതെ പോകാൻ പറ്റുന്നുണ്ട്. ഇതിൽ ഫുള്ള് ലൈറ്റ് ഇട്ട് വെച്ചിട്ടുണ്ട്. വെള്ളം ഫുള്ള് വെള്ളമുണ്ട്. അയ്യോ വെള്ളം വെള്ളമാണല്ലോ വരുന്നത്. ആ ലോകമുണ്ടല്ലോ. ഇങ്ങനെയാണ് അവസ്ഥ. അവർ വരുന്നുണ്ട്. നമ്മളിപ്പോൾ ജംഗ്ഷനിലെത്തിയിരിക്കുന്നു. ജംഗ്ഷനിൽ നമ്മൾ പോകുന്നത്. മണ്ണ് ഇടിഞ്ഞിട്ടെല്ലാം ഉണ്ട് കുറച്ച്. അതാണ് പോയിന്റ്. നല്ല കുറവ് വരുന്ന സ്ഥലങ്ങളുണ്ട്. ഇടയിലിടയിലായിട്ടുള്ള വഴിയുണ്ട് കേട്ടോ. കയറാൻ പണിയുണ്ട്. ഒരു കയ്യിൽ ടോർച്ച്, ഒരു കയ്യിൽ ഫോണ്, രണ്ടും കൂടി മാനേജ് ചെയ്യണം. അതുകൊണ്ടാണ് കൊള്ളാം. ജംഗ്ഷനാണ്. അപ്പോൾ ജംഗ്ഷനിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് വേറൊരു തുരങ്ക കണ്ടുപിടിച്ചു. ഇത്ര ഇല്ലൂ. നമുക്ക് തിരിച്ചു പോകുന്നതായിരിക്കും നല്ലത്. വെള്ളമൊന്നുമില്ല, ഇവിടെ കഴിഞ്ഞു.
ചേട്ടനോട് കാര്യങ്ങളെല്ലാം ചോദിച്ച് വരുന്നുണ്ട്. നമുക്ക് തിരിച്ചെടുക്കാം. അവർ ലൈറ്റ് ഇല്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ടാവും ചിലപ്പോൾ. ഉണ്ട് ലൈറ്റ്, എന്നാലും ലൈറ്റ് കുറച്ച് കുറവാണ്. ഇത് അത്യാവശ്യം നല്ല നീളത്തിൽ തന്നെ പോവാം നമുക്ക്, വലിയ ബുദ്ധിമുട്ടില്ലാതെ. നമ്മൾ വേർത്തു കുറച്ചുണ്ട് നടക്കാൻ. എന്താ സാർ സൗണ്ട് അവർ സംസാരിക്കുന്നതെല്ലാം എന്തെല്ലോ കേൾക്കുന്നുണ്ട്. പുറത്തേക്ക് എത്താനായി. എത്തുമ്പോൾ കുറച്ച് നീളം കുറവ് കുഞ്ഞണം. അങ്ങനെ തവളേരെ മുന്നിണ്ട് പറയാൻ. നീ പുറത്തെത്തിയവര് നിൽക്കുന്നുണ്ട്. ഓ നമ്മ പുറത്തേക്കെത്തി. ഒരു നമുക്ക് ഫുള്ള് വേർത്തു. അടിപൊളിയായി. ഇവിടെ മുൻപ് സന്ദർശിച്ചവരുടെയൊക്കെ ഫോട്ടോകളും ന്യൂസ് കട്ടിങ്ങുകളും ഒക്കെ അവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അതൊക്കെ ഒന്ന് നോക്കി പ്രശസ്തമാരായ ഒരുപാട് ആൾക്കാർ ഇവിടെ വന്നിട്ട് തുരങ്കത്തെ കണ്ട് പോയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിലെ ആൾക്കാർ ഇതുവരെ പോയിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് പോകാൻ ശ്രമിക്കുമല്ലോ.